നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിച്ചു വരുന്ന മനുഷ്യരെ പൊതുവെ രണ്ടായി തിരിക്കാം. ഒന്നാമത്തെ കൂട്ടർ നമ്മൾ നന്നായിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ്. അവർ അധികമൊന്നും ചോദിക്കില്ല, പക്ഷേ അവരുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. എന്നാൽ സൂക്ഷിക്കേണ്ടത് രണ്ടാമത്തെ കൂട്ടരെയാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് പിന്നിൽ സ്നേഹമല്ല, കൃത്യമായ ചാരപ്രവൃത്തിയാണ്. നമ്മുടെയൊക്കെ ചുറ്റിലും ഇങ്ങനെയുള്ള നിരവധി പേരുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തവരോ കുടുംബക്കാരോ ഒക്കെ ആയിരിക്കാം അത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ആകാംക്ഷ ഇവർക്കായിരിക്കും. അവർ നമ്മളെ വിളിക്കുന്നത് നമ്മൾ തകർന്നു പോയോ എന്നറിഞ്ഞ് സമാധാനിക്കാനാണ്. നമ്മൾ തകർന്നു എന്ന് കേട്ടാൽ അത് മറ്റുള്ളവരോടിരുന്ന് ചർച്ച ചെയ്യാനും ഗോസിപ്പ് പറയാനും അവർക്ക് വലിയ ആവേശമാണ്. അതേസമയം നമ്മൾ നന്നായി ജീവിക്കുന്നു എന്ന് കേട്ടാലോ, അതോടെ തീർന്നു അവരുടെ മനസ്സമാധാനം. പിന്നെ അവർക്ക് വല്ലാത്ത ടെൻഷനാണ്. അയ്യോ, അവൻ എന്നേക്കാൾ ഉയർന്നു പോയോ, അവൾ രക്ഷപ്പെട്ടോ എന്നൊക്കെയുള്ള അസൂയയുടെ വല്ലാത്ത ടെൻഷൻ. ഇത്തരം നെഗറ്റീവ് മനുഷ്യർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഒരു ചെറിയ ജനൽപ്പാളി പോലും ഇനി തുറന്നിട്ട് കൊടുക്കരുത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സ്വന്തങ്ങളിലും ബന്ധങ്ങളിലും പെട്ടവർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദേഷ്യപ്പെടാതെ ഇരിക്കുക എന്ന്. സത്യത്തിൽ അവർ നമ്മളോട് കാണിക്കുന്ന ഈ അസൂയ അത് നമ്മുടെ വിജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നമ്മൾ അവരെക്കാൾ ഒരു പടി മുന്നിലാണ് എന്ന ഭയമാണ് അവരെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ചിലർക്ക് നിങ്ങളുടെ ജീവിതം ഒരു തമാശയോ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാനുള്ള ഒരു ഉപകരണമോ മാത്രമാണ്. അവർക്ക് നിങ്ങളുടെ ഉയർച്ചയെ അംഗീകരിക്കാൻ വലിയ മടിയായിരിക്കും. ഒരു പുച്ഛഭാവത്തിലായിരിക്കും ഇത്തരക്കാർ നമ്മളെ എപ്പോഴും കാണുന്നത് തന്നെ. ഇത്തരം മനുഷ്യരോട് വഴക്കിടാൻ പോകരുത്. നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജവും അങ്ങനെ പാഴാക്കിക്കളയാനുള്ളതല്ല. പകരം ഇത്തരക്കാരോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ പറയാം. 1. നിശബ്ദത പാലിക്കുക. നിങ്ങളുടെ അടുത്ത സ്വപ്നങ്ങളോ പ്ലാനുകളോ ഒരിക്കലും ഇവരോട് പറയരുത്. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് അവർക്കറിയാൻ പറ്റാത്തതാണ് അവരെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു കാര്യം. അതിരുകൾ വയ്ക്കുക. സ്നേഹം നടിച്ചു വരുന്ന ഇത്തരക്കാരോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനൽപ്പാളികൾ അടച്ചു തന്നെ വയ്ക്കുക. നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുക. ഇനി അവർ വിശേഷം ചോദിച്ചു വരുമ്പോൾ ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ ഒരു ചെറിയ പുഞ്ചിരി മാത്രം സമ്മാനിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് മുന്നോട്ട് നീങ്ങുക. കാരണം നിങ്ങളുടെ ആ സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ വിജയവും അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിൽ ഓടിയെത്തുക. അവരുടെ ആശങ്കകൾ അവരെ തന്നെ അസ്വസ്ഥരാക്കട്ടെ. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചോർത്ത് അസൂയപ്പെട്ട് ജീവിക്കാനായിരിക്കാം അവരുടെ നിയോഗം. നമ്മളെ വീഴ്ത്താൻ നോക്കുന്ന ചാരന്മാരെയല്ല, നമ്മൾ വീഴുമ്പോൾ താങ്ങാൻ വരുന്ന യഥാർത്ഥ തണൽ മരങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിലുമുണ്ടോ ഇതുപോലെ വിഷം വമിക്കുന്ന, വിശേഷമന്വേഷിക്കുന്ന പ്രത്യേക മനുഷ്യർ? നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ പങ്കുവയ്ക്കുമല്ലോ. മറ്റൊരു നല്ല ചിന്തയുമായി വീണ്ടും കാണാം. താങ്ക് യു.